കൂട്ടുകാരെ നമുക്കൊന്ന് കുറച്ച് മിസ്സിംഗ് നമ്പർ സീരീസ് ചെയ്യാം. ആദ്യത്തേത് 3, 7, 29, 143, 779. 3, 7, 29, 143, 779. അടുത്ത ടേം 4000 കിടക്കുന്നത്. അതിനർത്ഥം നമ്മുടെ നമ്പർ നന്നായിട്ട് കൂടുന്നുണ്ടെങ്കിൽ മിക്കവാറും മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് നിന്ന് വേണം ചെക്ക് ചെയ്ത് തുടങ്ങാനായിട്ട്. നോക്കി 143 ഇൻറ്റു 6 ചെയ്ത് കഴിഞ്ഞാൽ 600ഉം 240ഉം 840 കൂടിപ്പോവും. അപ്പോൾ 143 ഇൻറ്റു 5 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 14, 70, 7, 15, 715. കൂടെ 4 കൂട്ടി 719. 719 കൂടെ ഒരു 60 കൂട്ടി കഴിഞ്ഞാൽ 779 ആവത്തില്ലേ? അപ്പോൾ ഇവിടെ ഇൻറ്റു 5 + 64. ഇവിടെ നോക്കി, ഇവിടെ 29 ഇൻറ്റു 5 ചെയ്ത് കഴിഞ്ഞാൽ 145, 145 കൂടിപ്പോവും. അപ്പോൾ 29 ഇൻറ്റു 4 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 80, 36, 116. 116 കൂടെ 7 കൂട്ടി കഴിഞ്ഞാൽ 123. 120 കൂടെ ഒരു 20 കൂട്ടി കഴിഞ്ഞാൽ 143 ആവത്തില്ലേ? അപ്പോൾ നോക്കി, ഇവിടെ ഇൻറ്റു 5 + 64, ഇവിടെ ഇൻറ്റു 4 + 27. ഈ 27 എന്ന് പറയുന്നത് 3ൻ്റെ ക്യൂബും 64 എന്ന് പറയുന്നത് 4ൻ്റെ ക്യൂബും. ഓക്കെ, അപ്പോൾ ഇൻറ്റു 5 ഇൻറ്റു 4. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇൻറ്റു 3 പ്ലസ് എത്ര വേണം? ഇത് 4 ക്യൂബ്, 3 ക്യൂബ്, 2 ക്യൂബ് ആണോ? നോക്കി, 3 21. 21ൻ്റെ കൂടെ 2 ക്യൂബ് 8 കൂട്ടി കഴിഞ്ഞാൽ 29 കിട്ടത്തില്ലേ? ഓക്കെ, അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ലോജിക്ക്. വേണേൽ അടുത്തും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ഇൻറ്റു 3 + 2 ക്യൂബ്. അപ്പോൾ ഇവിടെ ഇൻറ്റു 2 + 1 ക്യൂബ് ആയിരിക്കും. 3, 2, 6. 6ൻ്റെ കൂടെ 1 തൊട്ട് 7 കിട്ടത്തില്ലേ? ഓക്കെ, അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ലോജിക്ക്. അപ്പോൾ ലാസ്റ്റത്തെ ടൈം എന്തായിരിക്കും? ഇവിടെ ഇൻറ്റു 4 ഇൻറ്റു 5. അപ്പോൾ ഇവിടെ ഇൻറ്റു 6. ഇനി ഇവിടെ 3 ക്യൂബ്, 4 ക്യൂബ്. അപ്പോൾ ഇവിടെ 5 ക്യൂബ്. 779 ഇൻറ്റു 6 ചെയ്തിട്ട് അതിൻ്റെ കൂടെ 5 ക്യൂബ്, അതായത് 125 കൂട്ടണം. അപ്പോൾ ഇവിടെ ഗുണിച്ചാൽ എത്ര കിട്ടും? 700 ഇൻറ്റു 7 ചെയ്താൽ 4200. 70 ഇൻറ്റു 6 ചെയ്താൽ 420. 9, 6, 57. എല്ലാം കൂടെ കൂട്ടുക. 4, 7, 6, 4. ഇതിൻ്റെ കൂടെ 125 കൂട്ടണം. അപ്പോൾ എത്ര കിട്ടും? 9, 9, 7, 4 കിട്ടും. 4799 ആണ് നമ്മുടെ ആൻസർ. ഇത് കിടക്കുന്നത്. ക്ലിയർ ആയോ? അടുത്തത് 4, 5, പിന്നെ എത്ര അറിയത്തില്ല. 88, 620, 55, 85. 4, 5 എത്രയാണെന്ന് അറിയത്തില്ല. 88, 620, 55, 85. നോക്കി, ഇവിടെ 4, 5 ആയി. പിന്നെ എത്ര അറിയത്തില്ല. പിന്നെ 88, 620, 5000 ആയി. അപ്പോൾ ഇവിടെ നമ്പേഴ്സ് നന്നായിട്ട് കൂടുന്നുണ്ട്. അപ്പോൾ മിക്കവാറും മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. നമുക്ക് നോക്കാം. 620നെ 55, 85 ആക്കണം. 620 ഇൻറ്റു 9 ചെയ്ത് കഴിഞ്ഞാൽ 6, 54, 540, പിന്നെ 9, 2, 18, 180. അപ്പോൾ 55, 80 ആയി. പിന്നെ ഒരു 5 കൂടെ പോരെ. അപ്പോൾ ഇവിടെ ഇൻറ്റു 9 + 5. ഇവിടെ എത്രയായിരിക്കും? 88, 620 ആണ്. ഇവിടെ ഇൻറ്റു 8 ചെയ്ത് കഴിഞ്ഞാൽ ഇത് 8, 8, 64, 640 ആവും. അത് കൂടുതലല്ലേ? അപ്പോൾ ഇവിടെ ഇൻറ്റു 7 ആണോ? നോക്കി, 8, 56, 560, 56. അപ്പോൾ എത്ര കിട്ടും? 616 കിട്ടും. 616ൻ്റെ കൂടെ 4 കൂട്ടി കഴിഞ്ഞാൽ അത് 620 ആവും. അപ്പോൾ നോക്കി, ഇൻറ്റു 7 + 4 ഇൻറ്റു 9 + 5. ഇത് 5, 4 ആയി. ഇവിടെ +3 ആയിരിക്കണം. 9, 7. ഇത് ഓഡ് നമ്പേഴ്സ് അല്ലേ? 9, 7. അതിൻ്റെ താഴെ ഏതാ? 5. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വരും? ഇവിടെ ഇൻറ്റു 9, 7, 5. അപ്പോൾ അടുത്തത് 3. ഇൻറ്റു 3 + 5, 4, 3. അപ്പോൾ അടുത്തത് 2. അപ്പോൾ ഇവിടെ അങ്ങനെയാണെങ്കിൽ എത്ര വരും? ഇൻറ്റു 3 ഇൻറ്റു 5. അപ്പോൾ ഇവിടെ ഇൻറ്റു 1 ആയിരിക്കും. 1, 3, 5, 7, 9. പിന്നെ 5, 4, 3, 2. അപ്പോൾ ഇവിടെ 1. നോക്കി, 4 ഇൻറ്റു 1 + 1 ചെയ്താൽ നമുക്ക് 5 കിട്ടും. ശരിയാണ്. അതുപോലെ 5 ഇൻറ്റു 3 + 2 ചെയ്താൽ എത്ര കിട്ടും? 3, 15, 2, 17. ഇനി 17 ഇൻറ്റു 5 + 3 എത്ര കിട്ടും? 15, 85. 85, 3, 88 അല്ലേ? കറക്റ്റ്. അപ്പോൾ 17 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്തത് 128, 64, 96, 240, ക്വസ്റ്റ്യൻ മാർക്ക് 3780. നോക്കി, 128 കുറഞ്ഞ 64 ആയി. പിന്നെ കൂടി 96 ആയി. പിന്നെ കൂടി 240 ആയി. പിന്നെ ഓപ്ഷൻസ് നോക്കുമ്പോൾ 240നേക്കാളും കൂടിയ നമ്പേഴ്സാണ്. ഇപ്പോൾ വീണ്ടും നമ്പേഴ്സ് കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നോക്കി, ആദ്യ നമ്പർ കുറയുന്നത്, പിന്നെ കൂടുന്നു. കുറഞ്ഞിട്ട് കൂടുമ്പോൾ ഒരു ഫ്രാക്ഷൻ വച്ചിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും ആദ്യം. അപ്പോൾ നമ്മളിവിടെ നോക്കി കഴിയുമ്പോൾ നോക്കി, 128 കുറഞ്ഞ 64 ആയി. 128ൻ്റെ പകുതിയല്ലേ 64? അതായത് 128 ഇൻറ്റു 0.5. ഇനി 64 96 ആയി. 64ൻ്റെ ഇരട്ടി 128. ഈ 64ൻ്റെ കൂടെ 64ൻ്റെ പകുതിയായി 32 കൂട്ടുമ്പോൾ നമുക്ക് 96 കിട്ടും. ശരിയല്ലേ? അപ്പോൾ ഇവിടെ എത്ര വരുന്നതെന്ന് അറിയാമോ? ഇൻറ്റു 1.5. അതായത് 64ൻ്റെ കൂടെ 64ൻ്റെ പകുതി കൂട്ടുക.
ഇനി 96ൻ്റെ ഇരട്ട എടുത്താൽ 180, 192. 96 ഇൻറ്റു 3 ചെയ്താൽ 270 കൂടിപ്പോവും. ഇപ്പോൾ ഇൻറ്റു 2 അല്ല, ഇൻറ്റു 3 അല്ല, ഇൻറ്റു 2.5 ആണ്. നോക്കി, ഇൻറ്റു 2 എന്ന് പറയുന്നത് 192, പിന്നെ ഇൻറ്റു 0.5. 96ൻ്റെ പകുതി എത്രയാണ്? 48. രണ്ടും കൂടെ കൂട്ടിക്കുമ്പോൾ എത്ര കിട്ടും? 9, 4, 13. പിന്നോട്ട് 1 വരും, ഇപ്പോൾ 14. ഇപ്പോൾ 2, 4, 0, 240 വരും. കണ്ടോ? അപ്പോൾ ഇവിടെ ഇൻറ്റു 2.5. അപ്പോൾ നോക്കി, ഇൻറ്റു 0.5 ഇൻറ്റു 1.5 ഇൻറ്റു 2.5. അപ്പോൾ അടുത്തത് ഇൻറ്റു 3.5, അതിൻ്റെ അടുത്തത് ഇൻറ്റു 4.5 ആയിരിക്കും. അപ്പോൾ നോക്കി, 240 ഇൻറ്റു 3.5 എന്ന് പറഞ്ഞാൽ 7/2, 4.5 എന്ന് പറഞ്ഞാൽ 9/2. 2, 2, 4, 4 ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ 6. ഇനി 9, 7, 63. 63ൻ്റെ 6 എത്ര കിട്ടും? ഇത് 36. 36ഉം 18, 37, 8, പിന്നെ ഒരു 0. കണ്ടോ? 3780. കറക്റ്റ് അല്ലേ? അപ്പോൾ ഇവിടെ എത്ര വരും? 240 ഇൻറ്റു 3.5, അതായത് 7/2. ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 12. 12, 7 എത്രയാണ്? 84. 840 വരും നമ്മുടെ ആൻസർ. ക്ലിയർ ആയോ? അടുത്തത് 8, 10, 18, 47, 124. 8, 10, 18, 47, 124. നമ്പേഴ്സ് ഇവിടെ കൂടുന്നുണ്ട്, പക്ഷേ അത്യാവശ്യം അടുത്താണ് കിടക്കുന്നത്. നമുക്ക് വ്യത്യാസം എടുത്ത് നോക്കാം എന്താ പറ്റുകയെന്ന്. നോക്കി, 44. 44ൻ്റെ കൂടെ ഒരു 80 കൂട്ടിക്കഴിഞ്ഞാൽ 124 കിട്ടും. ഇനി 18ൻ്റെ കൂടെ 6 കൂട്ടി 24. 24ൻ്റെ കൂടെ 20 കൂട്ടിക്കഴിഞ്ഞാൽ 44. ഇവിടെ +8, ഇവിടെ +2. 2, 8, 26, 80. 2, 8, 26, 80. നോക്കി, ഇത് 5² + 1, ഇത് 9² - 1, ഇത് 3² - 1, ഇത് 1² + 1. നോക്കി, +1 - 1 +1 - 1, ഇത് 1. 1, 3, 5, 9. ഇത് ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ 1, 3, 5 കഴിഞ്ഞിട്ട് 7 വന്നേനെ. അപ്പോൾ ഇതല്ല ലോജിക്ക്. നമുക്ക് ഒന്നോടെ ഡിഫറൻസ് എടുത്ത് നോക്കിയാലോ? ചിലപ്പോൾ ഡബിൾ ഡിഫറൻസ് ആയിരിക്കും. നോക്കി, 2ൻ്റെ കൂടെ 6 കൂട്ടി 8, 8ൻ്റെ കൂടെ 18 കൂട്ടി 26, 26, 4, 30, 30ഉം 50 അല്ലേ 80. നോക്കി, 6 ഇൻറ്റു 3 ചെയ്താൽ 18, 18 ഇൻറ്റു 3 ആണോ 54? നോക്കിയാൽ 30, 27, 54. കണ്ടോ? ഓക്കെ, അപ്പോൾ ഇതാണ് ലോജിക്ക്. അപ്പോൾ അടുത്ത എത്രയായിരിക്കും? 154 ഇൻറ്റു 3 ആയിരിക്കും. അതെത്രയായിരിക്കും? 150, 12, 162. 162ഉം 80 കൂടെ കൂട്ടിക്കുമ്പോൾ എത്ര കിട്ടും? 242 കിട്ടും. 242 ഇതിനോട് കൂട്ടിക്കുമ്പോൾ എത്ര കിട്ടും? 366 കിട്ടും നമ്മുടെ ആൻസർ. ഇത് കിടക്കുന്നു. ക്ലിയർ ആയോ? അടുത്തത് 1, 19, 55, 112, 193. അത്യാവശ്യം അടുത്തല്ലേ കിടക്കുന്നത്. നമുക്ക് വ്യത്യാസം എടുത്ത് നോക്കാം. 1, 19, 55, 112, 193. നോക്കി, 112ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 113. 113ൻ്റെ കൂടെ ഒരു 80 കൂട്ടി കഴിഞ്ഞാൽ 193. ഇനി 55ഉം 7ഉം 62. 62ൻ്റെ കൂടെ ഒരു 50 കൂട്ടി കഴിഞ്ഞാൽ 112. ഇനി 19ഉം 6, 25, പിന്നെ ഒരു 30 കൂടെ മതി. ഇവിടെ 18. നോക്കി, 18, 36, 57, 81. ഇവിടെ 81ഉം 36ഉം 6ൻ്റെ 9ൻ്റെ സ്ക്വയറാണ്. ബാക്കി രണ്ടു പോകും. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമുക്ക് ഒന്നോടെ വ്യത്യാസം എടുത്ത് നോക്കാം. ഓക്കെ, 18ൻ്റെ കൂടെ 18 കൂട്ടിയാൽ 36, 36, 1, 37, പിന്നെ 20 കൂടെ. ഇനി 57, 57, 4, 61, 61, 20. ഓക്കെ, 18, 21, 24. 18ൻ്റെ കൂടെ 3 കൂട്ടിയാൽ 21, 21ൻ്റെ കൂടെ 3 കൂട്ടിയാൽ 24. അപ്പോൾ ഇതായിരിക്കും. അടുത്തതോ 24ൻ്റെ 3 കൂട്ടിയാൽ 27, 27, 81 കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 100, 108. 108ഉം 193 കൂട്ടുക. അപ്പോൾ എത്ര കിട്ടും? ഇവിടെ 1, 1, 0, 1, 3, 301 കിട്ടും നമ്മുടെ ആൻസർ. ഇത് കിടക്കുന്നു. ക്ലിയർ ആയോ? അടുത്തത് 4, 14, 32, 60, പിന്നെ എത്ര അറിയത്തില്ല, 157. 4, 14, 32, 60, പിന്നെ ക്വസ്റ്റ്യൻ മാർക്ക് 154. നമ്പേഴ്സ് അത്യാവശ്യം അടുത്തല്ലേ കിടക്കുന്നത്. നമുക്ക് വ്യത്യാസം എടുത്ത് നോക്കാം. 4ൻ്റെ കൂടെ 10 കൂട്ടിയാൽ 14, 14ൻ്റെ കൂടെ 8 കൂട്ടി കഴിഞ്ഞാൽ 22, 22, 10, 32, 32ൻ്റെ കൂടെ 8 കൂട്ടിയാൽ 40, 40, 20, 60. പിന്നെ എത്ര അറിയത്തില്ല, പിന്നെ എത്ര അറിയത്തില്ല. ഒന്നോടെ വ്യത്യാസം എടുത്ത് നോക്കി. ഇവിടെ 8, 10ൻ്റെ കൂടെ 8 കൂട്ടിയാൽ 18, 18ൻ്റെ കൂടെ 10 കൂട്ടി 28. അപ്പോൾ നോക്കി, 8, 10. ഇനി 8, 10, 12, 14 ഇങ്ങനെയാണോ പോകുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ 8, ഇവിടെ 10. 28ൻ്റെ കൂടെ 12 കൂട്ടി കഴിഞ്ഞാൽ 30, 40 കിട്ടും. 60, 40 കൂട്ടി കഴിഞ്ഞാൽ 100.
ഇനി നോക്കി 100ഉം 54 ഇവിടെ വ്യത്യാസം എത്ര വരണം? 54 വരണം. 40ഉം 14ഉം കൂട്ടി കഴിഞ്ഞാൽ 54 അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പോൾ 100ആണ് നമ്മുടെ ആൻസർ. അടുത്തത് 9, 15, 27, 51, 99. 9, 15, 27, 51, 99. ഓക്കെ, നമ്പേഴ്സ് അത്യാവശ്യം അടുത്തല്ല കിടക്കുന്നത്. നമുക്ക് വ്യത്യാസം എടുത്ത് നോക്കാം. നോക്കിയാൽ 9, 6, 15. 15ൻ്റെ കൂടെ 12 കൂട്ടിക്കഴിഞ്ഞാൽ 27. 27, 4, 31. പിന്നെ ഒരു 2 കൂടെ, ഒരു 20 കൂടെ പോരെ, ഇപ്പോൾ 26. ഇനി 51, 51, 8, 59. പിന്നെ ഒരു 4 കൂടെ മതി. നോക്കി, 6ൻ്റെ ഇരട്ടി 12, 12ൻ്റെ ഇരട്ടി 24, 24ൻ്റെ ഇരട്ടി 48. അപ്പോൾ 48ൻ്റെ ഇരട്ടി എത്രയാണ്? 96. 99ഉം 96 കൂടെ കൂട്ടുക. അല്ലെങ്കിൽ 96ൻ്റെ കൂടെ 100 കൂട്ടിയിട്ട് 1 കുറച്ചാൽ മതി. അപ്പോൾ 196, 195 എന്നിട്ടാണ് ആൻസർ. ഇത് കിടക്കുന്നത്. ക്ലിയർ ആയോ? അടുത്തത് 7, 9, 19, 45, 95. 7, 9, 19, 45, 95. നമ്പേഴ്സ് അത്യാവശ്യം അടുത്തല്ല കിടക്കുന്നത്. നമുക്ക് വ്യത്യാസം എടുത്ത് നോക്കാം. 7ഉം 2ഉം 9. 9ൻ്റെ കൂടെ 10 കൂട്ടിയാൽ 19. 19ൻ്റെ കൂടെ 6 കൂട്ടി 25, 25, 20, 45. 45ൻ്റെ കൂടെ 50 കൂട്ടി കഴിഞ്ഞാൽ 95. ഓക്കെ, ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചോ. 50 എന്ന് പറയുന്നത് 7ൻ്റെ സ്ക്വയർ, അതായത് 49ൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ കിട്ടുന്നതാണ്. 26 എന്ന് പറയുന്നത് 5ൻ്റെ സ്ക്വയർ, 25ൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ കിട്ടുന്ന സാധനം. 10 എന്ന് പറയുന്നത് 3ൻ്റെ സ്ക്വയർ, 9ൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ കിട്ടുന്ന സാധനം. ഇത് 1 സ്ക്വയറിൻ്റെ കൂടെ, അതായത് 1ൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ കിട്ടുന്ന സാധനം. അപ്പോൾ നോക്കി, 1, 3, 5, 7. അടുത്ത എത്രയായിരിക്കും? 9 ആയിരിക്കും. ഇത് ഓഡ് നമ്പേഴ്സാണ്. അപ്പോൾ 9 സ്ക്വയർ പ്ലസ് 1, അതായത് 81, 1, 82. 82, 95 കൂടെ കൂട്ടണം. നോക്കി, 9, 5 കൂട്ടിക്കഴിഞ്ഞാൽ 7, 9, 8, 17. 177 എന്നിട്ട് നമ്മുടെ ആൻസർ. ക്ലിയർ ആയോ? അടുത്തത് 1324, 1721, 2190, 2737, 3368. ഈ നമ്പേഴ്സ് കാണുമ്പോണ്ടല്ലോ നമുക്ക് വേറെ ചില കാര്യങ്ങൾ ഓർമ്മ വരണം. അതായത് 1721 കാണുമ്പോൾ 1728 ഓർമ്മ വരണം. 2190 കാണുമ്പോൾ 2197 ഓർമ്മ വരണം. 2737 കാണുമ്പോൾ 2744 ഓർമ്മ വരണം. 3368 കാണുമ്പോൾ 3375 ഓർമ്മ വരണം. ഇതൊക്കെ എന്താണെന്നറിയാമോ? ഇത് 15ൻ്റെ ക്യൂബ്, ഇത് 14ൻ്റെ ക്യൂബ്, ഇത് 13ൻ്റെ ക്യൂബ്, ഇത് 12ൻ്റെ ക്യൂബ്. ഇനി 1324 കാണുമ്പോൾ 1331 ഓർമ്മ വരണം. ഇത് 11ൻ്റെ ക്യൂബ്. അപ്പോൾ ഈ നമ്പേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കി. 1324ൻ്റെ കൂടെ 7 കൂട്ടുമ്പോൾ 1331 കിട്ടുന്നത്. അപ്പോൾ ഈ നമ്പർ എന്ന് പറയുന്നത് 11ൻ്റെ ക്യൂബ് -7. ഇതോ 1728 നിന്ന് 7 കുറച്ചാൽ 1721 കിട്ടും. അപ്പോൾ ഇത് 12ൻ്റെ ക്യൂബ് -7. ഇത് 13ൻ്റെ ക്യൂബ് -7. ഇത് 14ൻ്റെ ക്യൂബ് -7. ഇത് 15ൻ്റെ ക്യൂബ് -7. അപ്പോൾ അടുത്ത് എന്തായിരിക്കും അറിയാമോ? 16ൻ്റെ ക്യൂബ് -7. 16ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് 4096. 4096 നിന്ന് 7 ഒഴിക്കാൻ എത്ര കിട്ടും? 4089 എന്ന് കിട്ടും. ശരിയല്ലേ? ഓക്കെ, ഇത് കിടക്കുന്നു 4089. ക്ലിയർ ആയോ? അടുത്തത് 363, 234, 141, 78, 39, 18. നമ്പേഴ്സ് അത്യാവശ്യം അടുത്തല്ലേ കിടക്കുന്നത്. നമുക്ക് വ്യത്യാസം എടുത്ത് നോക്കാം. 363, 234, 141, 78, 39, 18. നോക്കി, 234 എത്ര കൂട്ടുമ്പോഴാണ് 363 കിട്ടുന്നത്? 234 കൂടെ 9 കൂട്ടി കഴിഞ്ഞാൽ 247. പിന്നെ ഒരു 20 കൂടെ കൂട്ടി 267. പിന്നെ ഒരു 100 കൂടെ വേണം. ഇവിടെയോ 141 കൂടെ 3 കൂട്ടിയാൽ 147. പിന്നെ ഒരു 90 കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അത് 237. ഇനി 78ൻ്റെ കൂടെ 3 കൂട്ടിയാൽ അത് 81 ആവും. പിന്നെ ഒരു 60 കൂടെ മതി. 39 കൂട്ടുമ്പോൾ 78 കിട്ടും. 18, 1, 19. പിന്നെ ഒരു 20 കൂടെ മതി. ഒന്നോടെ വ്യത്യാസം എടുത്ത് നോക്കി. ഇപ്പോൾ എത്ര കിട്ടും? 93. 93ൻ്റെ കൂടെ 6 കൂട്ടി കഴിഞ്ഞാൽ 96. പിന്നെ ഒരു 30 കൂടെ മതി. 63ൻ്റെ കൂടെ 30 കൂട്ടുമ്പോൾ 93. 39, 4, 43. പിന്നെ 20 കൂടെ മതി. 21, 8, 29. പിന്നെ ഒരു 10 കൂടെ മതി. അപ്പോൾ നോക്കി, 36. ഇത് 30 ആട്ടോ. ഇവിടെ ഒരു 6 കുറച്ച 30. ഇവിടെ ഒരു 6 കുറച്ച 27. ഇവിടെ ഒരു 6 കുറച്ച 18. അപ്പോൾ വീണ്ടും ഒരു 6 കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടും? 12. ഇനി 21 ഇത് 12 കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടും? 9 എന്ന് കിട്ടും. 18 9 പോയി കഴിഞ്ഞാൽ
9 എന്ന് കിട്ടും നമ്മുടെ ആൻസർ. ഇനി ഈ ക്വസ്റ്റിനകത്ത് വേറൊരു ലോജിക്കും കൂടെ ഉണ്ട്. നോക്കി, ഈ 363 എന്ന് പറയുന്നത് 343 കൂടെ 20 കൂട്ടും കിട്ടുന്ന സാധനം. 343 എന്ന് പറയുന്നത് 7 ക്യൂബ്. 234 എന്ന് പറയുന്നത് 216 കൂടെ 18 കൂട്ടും കിട്ടുന്ന സാധനം. നോക്കി, 16 മൊത്തം 26, 8 36. 216 എന്ന് പറയുന്നത് 6 ക്യൂബ്. ഈ 141 എന്ന് പറയുന്നത് 125 കൂടെ 16 കൂട്ടും കിട്ടുന്ന സാധനം. നോക്കി, 125, 10, 135, 6, 141. 125 എന്ന് പറയുന്നത് 5 ക്യൂബ്. ഈ 78 എന്ന് പറയുന്നത് 64 കൂടെ 14 കൂട്ടും കിട്ടുന്ന സാധനം. 66 എന്ന് പറയുന്നത് 4 ക്യൂബ്. ഇനി 39 എന്ന് പറയുന്നത് 27 കൂടെ 12 കൂട്ടും കിട്ടുന്ന സാധനം. 27 എന്ന് പറയുന്നത് 3 ക്യൂബ്. ഇനി 18 എന്ന് പറയുന്നത് 8 കൂടെ 10 കൂട്ടുമ്പോൾ കിട്ടുന്നത്. 8 എന്ന് പറയുന്നത് 2 ക്യൂബ്. ഓക്കെ, അപ്പോൾ അടുത്ത് എത്രയായിരിക്കും? 1 ക്യൂബ് പ്ലസ് 8 ആയിരിക്കും. അതായത് 1, 8, 9. ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ചെയ്ത ഈ 10 ചോദ്യങ്ങൾ നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ കൊണ്ട് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പിന്നെ അടുത്ത വീഡിയോ കാണാം.